നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. VS സമ്മേളന വേദി വിട്ടത് അറിയിച്ചിട്ടാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിഷേധിച്ച് പോവുകയാണെന്ന് VS പറഞ്ഞിട്ടില്ല. VS യോഗത്തിൽ നിന്ന് പോയതിനെക്കുറിച്ച് ചർച്ചയും യോഗവും ഇല്ലെന്നും കോടിയേരി. VS നാളെ വരുമോ എന്ന ചോദ്യത്തിന് അത് താൻ എങ്ങനെ പറയും എന്നാണ് കോടിയേരി പ്രതികരിച്ചത്. പാർട്ടിയിൽ അച്ചടക്കം പരമപ്രധാനമാണ്, അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ടീ ബ്രേക്ക് വരുന്ന സമയം വരെ VS അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുള്ളത്. പറയാതെ പോയതല്ല, അവിടെ അറിയിച്ചിട്ട് പോയതാണ്. അങ്ങനെ അറിയിച്ചിട്ടില്ല. അല്ല, അതിപ്പോൾ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമ്മേളന നടപടികൾക്ക് ശേഷം അത് സംബന്ധിച്ച് അന്വേഷിക്കും. അല്ല, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയിൽ അവിടെ പോയി ബന്ധപ്പെടാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് സംബന്ധിച്ച് ഇപ്പം എനിക്കങ്ങനെ പറയാൻ പറ്റും. അത് സംബന്ധിച്ച് യാതൊരു മീറ്റിങ്ങും കൂടേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള നിലയിലല്ല ചർച്ച കേന്ദ്രീകരിക്കുന്നത്. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ ജനങ്ങളെ നയിക്കാൻ കഴിയുള്ളൂ. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുള്ളൂ. അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ വിപ്ലവം നടത്താനും കഴിയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം പാർട്ടി അച്ചടക്കം പരമപ്രധാനമാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടികളും ആരുടെ ഭാഗത്തും അനുവദിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായം തന്നെയാണ് പ്രതിനിധി സഖാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ KM ഷാജഹാൻ, ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി B ബാലഗോപാലുണ്ട്. ബാലു, VS അച്യുതാനന്ദനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമോ, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നാണല്ലോ ഇന്നുയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അത് VSനോട് ചോദിക്കണം എന്ന നിലയിലാണ്. തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കൂടിയാലോചനകളോ ചർച്ചകളോ ഉറപ്പോ നൽകിയിട്ടില്ല എന്നും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി പറയുന്നു. VSനെ തിരിച്ചെത്തിക്കാൻ കഴിയുമോ? ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എന്തെല്ലാമാണ്? പ്രകാശ്, കോടിയേരി ബാലകൃഷ്ണൻ എന്ത് തന്നെ പറഞ്ഞാലും VSനെ മടക്കിക്കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM നേതൃത്വം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് CPMന്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ യോഗം ചേർന്നിരുന്നു. ഇതിന് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന സ്വാഭാവികമായും വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ യോഗത്തിൽ വെച്ച് തന്നെ VS അച്യുതാനന്ദനെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. VS ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ, അദ്ദേഹം നേരത്തെ പ്രകാശ് കരാട്ടിന് നൽകിയ കത്തിലെ ആവശ്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുകയും തുടർന്ന് ആവശ്യമെങ്കിൽ അത് PB കമ്മീഷന്റെ പരിഗണനയ്ക്ക് വിടാമെന്ന ഒരു ഉറപ്പും VSന് നൽകാമെന്ന ഒരു ധാരണയിലാണ് എത്തിയത്. ഇതിൽ VS തൃപ്തനാണെങ്കിൽ അദ്ദേഹത്തിന് മടക്കിക്കൊണ്ടുവരാം എന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. പക്ഷേ VSന് അത്തരമൊരു ഉറപ്പ് മറ്റ് നേതാക്കളിൽ നിന്ന് ആവശ്യമില്ല. അദ്ദേഹം അത്തരമൊരു ഉറപ്പ് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് തന്നെ നൽകണമെന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു നിർബന്ധം VSനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന് കരാട്ട് തയ്യാറാകുകയാണെങ്കിൽ സ്വാഭാവികമായും VS അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന ചില അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നാളെയോ അതല്ല എങ്കിൽ മറ്റന്നാൾ സമ്മേളനത്തിന്റെ അവസാന ദിവസമെങ്കിലും VSനെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും CPM കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ബാലു, ഈ VS തിരിച്ചെത്താത്തത് അതല്ലെങ്കിൽ VS വിട്ടുപോയത്, അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങൾ, ചെറിയ പ്രകടനങ്ങൾ, പോസ്റ്ററിംഗ്, CPM നേതൃത്വം VS പോയതിന് ശേഷം എങ്ങനെയാണ് ഇത് അവരുടെ ഇടയിൽ അതൊരു സ്വാഭാവികമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, മറ്റ് പ്രശ്നങ്ങളില്ല, അത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണോ, അതോ VSൻ്റെ ഈ നടപടി അപ്രതീക്ഷിതമായിരുന്നോ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VS അച്യുതാനന്ദനെ മടക്കിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ VS അച്യുതാനന്ദന് ഈ സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിൽ ഏറ്റവും അധികം ദുഃഖിതനും അല്ലെങ്കിൽ വിഷമമുള്ളതും ഒരുപക്ഷെ പ്രകാശ് കരാട്ടിനായിരിക്കും. കാരണം അദ്ദേഹം സെക്രട്ടറി പദവിയിൽ, ജനറൽ സെക്രട്ടറി പദവിയിൽ ഇനി ഏതാണ്ട് ഒരു മാസത്തിൽ ദിവസങ്ങളിൽ മാത്രമാണ്, ഏപ്രിലിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. പുതിയ പാർട്ടി ജനറൽ സെക്രട്ടറി CPMന് അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാകും. ആ കാലഘട്ടത്തിനുള്ളിൽ, അതായത്
കാരാട്ട് സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ പോവുകയും അത് കേരളത്തിലെ പാർട്ടിക്ക് ഒരു വലിയ നഷ്ടമാകുകയും അല്ലെങ്കിൽ ഭാവിയിൽ അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് എന്ത് വില കൊടുത്തും ഒഴിവാക്കുക എന്നത് കാരാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ VSനെ പരമാവധി അനുനയിപ്പിച്ച് കൂടെ നിർത്തുക, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ അടുത്ത പാർട്ടി സെക്രട്ടറിക്കും അടുത്ത കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ കൈമാറുക തുടങ്ങിയ ഒരു നിലപാടിലേക്കായിരിക്കും കാരാട്ട് പോവുക. അതുവരെ ഈ വിഷയങ്ങൾ, അതായത് പ്രകാശ് ചോദിച്ചതുപോലെയുള്ള പ്രകടനം, പോസ്റ്റർ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒരു വലിയ കൂലങ്കക്ഷിതമായ ഒരു ചർച്ചയിലേക്ക് പാർട്ടി കടക്കാൻ ഇടയില്ല. ഇപ്പോഴത്തെ പാർട്ടിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി വ്യക്തമാണ്. ബാലു ഒരു സംശയം കൂടി, അതായത് അദ്ദേഹത്തിനെതിരെ പാസാക്കിയ മാധ്യമങ്ങൾക്ക് കൈമാറിയ പ്രമേയം പിൻവലിക്കുക, റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മാറ്റുക, പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ VS ഉന്നയിച്ച ആ കത്തിലെ കാര്യങ്ങൾ അതിൽ ഒരു ചർച്ചയും തിരുത്തലും ഉണ്ടാക്കുക. ഇതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് VS തിരിച്ചു വരുമോ? എന്തെങ്കിലും വ്യക്തിഗതമായിട്ട് ഏതെങ്കിലും നേതാക്കൾ നൽകുന്ന ഉറപ്പ് അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും, അതുകൊണ്ട് ആ പ്രശ്നങ്ങളിലൊന്നും സമ്മർദ്ദം വേണ്ട എന്ന ചില വാക്കാലുള്ള ഉറപ്പിൻ്റെ പുറത്ത് ഈ ആശയ നിലപാടുകൾ കൈയൊഴിഞ്ഞ് VS സമ്മേളന നഗരിയിൽ തിരിച്ചെത്തുമോ? പ്രകാശ് സൂചിപ്പിച്ച ആദ്യത്തെ രണ്ട് വിഷയങ്ങൾ, അതായത് പ്രമേയം പിൻവലിക്കുക, അതുപോലെ തന്നെ പ്രമേയം തള്ളിക്കളയുക തുടങ്ങിയ പ്രമേയത്തിലെ പരാമർശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ ഇന്ന് പാർട്ടിക്കിടയിലുണ്ടായ, പാർട്ടിയിലെ അഖിലേന്ത്യാ നേതൃത്വത്തിനിടയിലുണ്ടായ ധാരണ ഇതാണ്: VS കേന്ദ്ര കമ്മിറ്റി, പ്രകാശ് കാരാട്ട് നൽകിയ കത്ത് കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വയ്ക്കുക, അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുക, ആവശ്യമെങ്കിൽ മുമ്പ് കേരളത്തിലെ വിഭാഗീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്ന പോളിറ്റ് ബ്യൂറോ കമ്മീഷന്റെ പരിഗണന ഇത് വിടുക, ഇതിലൂടെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒരു നിലപാടിലാണ് എത്തിയത്. പക്ഷേ വളരെ സുപ്രധാനമായ കാര്യം, അത്തരമൊരു ലഘുവായ ഒരു ഉറപ്പ് കൊണ്ട് VS തന്റെ നിലപാട് മാറ്റുമോ എന്ന് അറിയേണ്ടതായുണ്ട്. VS പ്രത്യേകിച്ച് ഈ പ്രമേയം പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും, ഇതൊക്കെ വളരെ നിർണായകമാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഗൗരവമായ ചർച്ച നടന്നിട്ടില്ല എന്ന് വേണം കരുതേണ്ടത്. ബാലു, ഒരു ചോദ്യം കൂടി. VS അച്യുതാനന്ദനെ സമ്മേളനത്തിലേക്ക് തിരിച്ചെത്തിക്കുകയാണെങ്കിൽ പാർട്ടി ഉദ്ദേശിച്ച രീതിയിൽ ഈ കാര്യം സമാധാനപരമായി വലിയ പ്രശ്നങ്ങളില്ലാതെ പോറലില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ ഏതാണ്ട് എപ്പോൾ തിരിച്ചെത്തിക്കണം? നാളെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്നു. റിപ്പോർട്ടിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് അതിനുശേഷം സെക്രട്ടറി മറുപടി പറയുന്നു. ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞും VS എത്തിയാൽ മതിയോ, അതോ ഇതൊരു വലിയ പോറലില്ലാതെ മറികടക്കണമെങ്കിൽ VS എപ്പോൾ സമ്മേളനത്തിൽ എത്തണം? പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെഡ് ലൈൻ ഇക്കാര്യത്തിൽ CPM നേതൃത്വം വയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ CPMന്റെ അഖിലേന്ത്യാ നേതാക്കൾ പറയുന്ന സൂചനകൾ പ്രകാരം, അല്ലെങ്കിൽ അവർ നൽകുന്ന സൂചനകൾ പ്രകാരം VS അച്യുതാനന്ദൻ ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിലെ സമ്മേളന നഗരിയിൽ എത്തുമെന്നതാണ്. അത് മറ്റന്നാളാണ് പുതിയ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്, പുതിയ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കുന്നത്. തുടർന്നാണ് ഇന്റർനാഷണൽ ഗാനം വ്യക്തമാണ്, അതിനു മുമ്പ് എത്തും എന്നാണ്. ശ്രീ KM ഷാജഹാൻ, VS അച്യുതാനന്ദനെ ഈ സമ്മേളനത്തിലൂടെ അദ്ദേഹം നടത്തിയ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ ചർച്ചയിൽ ക്രൂശിക്കുക, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കുക, അങ്ങനെ വലിയ ഒരു കളിക്കളം ഒരുക്കിക്കൊണ്ടായിരുന്നു VSനെതിരായ പ്രമേയം സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയത്. പക്ഷേ VS വീണ്ടും അച്ചടക്കത്തെക്കുറിച്ചൊന്ന് കോടിയേരി പറഞ്ഞു. VS സമ്മേളനത്തിന് ശേഷം പാർട്ടി വിട്ടുപോകുമോ എന്ന ചോദ്യത്തിന് സമ്മേളനത്തിന് ശേഷവും പാർട്ടി ഉണ്ടാകും എന്ന മറുപടി പറഞ്ഞു കോടിയേരി. അച്ചടക്കം പരമപ്രധാനമാണ്, ഒരു പാർലമെൻ്ററി രംഗത്താണെങ്കിലും വിപ്ലവ പ്രവർത്തനത്തിലാണെങ്കിലും വിപ്ലവം നടത്താനാണെങ്കിലും എന്ന് കോടിയേരി പറഞ്ഞു. അപ്പോൾ VS ആണ് ഇപ്പോൾ കേന്ദ്രബിന്ദു. VSനെ ലക്ഷ്യം വച്ച് നടത്തിയ നീക്കങ്ങൾ പാളിയോ, VSനെ വീണ്ടും കാല് പിടിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ആ പുതിയ ചുമതല, പുതിയ പ്രതിസന്ധി, അത് CPM നേതൃത്വം മറികടക്കുമോ, വിജയിക്കുമോ? അല്ല പ്രകാശ്, ഇത് വളരെ പരിഹാസ്യമാണ് ഈ സാഹചര്യം എന്ന് പറയാതെ യാതൊരു നിവൃത്തിയുമില്ല. VS അച്യുതാനന്ദൻ്റെ കാല് പിടിച്ചോ എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ്റെ നേരിട്ട് പോയി പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ചെന്ന് കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ.
പക്ഷേ സാക്ഷാൽ പിണറായി വിജയൻ, അതായത് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്കും പിണറായി വിജയൻ്റെ ശരീരഭാഷയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വലിയ ആക്രമണോത്സുകനായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയൻ അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലും അതിനേക്കാൾ ആക്രമണോത്സുകനായിരുന്നു. പറഞ്ഞത് വിജയനെ തോൽപ്പിക്കാൻ വിജയന് മാത്രമേ കഴിയുകയുള്ളൂ. എന്നെ കൊലക്കേസിൽ കുരുക്കാൻ ശ്രമിച്ചു, എന്നെ അഴിമതി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു, ഞാനിത് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയും എന്നുള്ള ആക്രമണോത്സുകത വരെ പ്രകടിപ്പിച്ചിരുന്ന ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവ് ഇപ്പോൾ ഒരു 1.5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും VS അച്യുതാനന്ദൻ ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. VS അച്യുതാനന്ദൻ സമ്മേളന നഗരിയിൽ നിന്ന് വളരെ സാവധാനം നടന്ന് വണ്ടി കയറി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ പുലി, CPM-ലെ ഏറ്റവും വലിയ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ ആളുകൾ പറയുന്ന, മാധവൻകുട്ടിയെ പോലെ പറയുന്ന ആള് വെറും പൂച്ചയെപ്പോലെ ചെന്ന് VS അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരായിട്ടുള്ള ശർമ്മയുടെ അടുത്തും ചന്ദ്രൻപിള്ളയുടെ അടുത്ത് പോലും ചെന്ന് ചർച്ച നടത്തുന്ന ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ് എന്ന് പറയും. ഒരിടത്തുനിന്ന് വേറിടത്തേക്ക് ഓടുക, അവിടുന്ന് വേറിടത്തേക്ക് ഓടുക. ആ നിലയിൽ ഈ പിണറായി വിജയനെ പോലുള്ള ഈ അപ്രമാദിത്വമുള്ള 16 വർഷം ഈ പാർട്ടിയെ തൻ്റെ കാൽക്കീഴിൽ ഒതുക്കി നിർത്തിയിരുന്ന പിണറായി വിജയൻ VS അച്യുതാനന്ദൻ്റെ മുന്നിൽ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തി നിൽക്കുന്ന വെറും പരിഹാസ്യമായ നാണം കെട്ട ഒരു സാഹചര്യമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ ലക്ഷ്യം വച്ചത് ഈ സമ്മേളനത്തോടുകൂടി ഈ അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുന്ന, പാർട്ടിക്ക് എപ്പോഴും തലവേദനയുണ്ടാക്കുന്ന VS-നെ അങ്ങ് തീർത്ത് കളയാം എന്നായിരുന്നു. പക്ഷെ VS ഇന്ന് ഇറങ്ങി. അത് പണ്ട് 32 പേർ ഇറങ്ങിയതുപോലെ ആയിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ VS-ൻ്റെ കൂടെ ആരിറങ്ങിയോ എന്നൊന്നും പ്രസക്തമല്ല. VS-നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, അതിനുള്ള പണികളുമായി നടക്കുകയാണ്. VS-നോട് ജയിക്കാൻ ഒരു രീതിയിലും പിണറായിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഇനി പാർട്ടി എന്നുള്ള നിലയിലെടുത്തോ, പിണറായി എന്ന് പറഞ്ഞ വ്യക്തിയെ മാറ്റാം. VS-നോട് ജയിക്കാൻ എന്ന ഒറ്റയാനോട് ജയിക്കാൻ കേരള പാർട്ടിക്ക് കഴിയില്ല. എങ്ങനെയെങ്കിലും കൊണ്ടുവരേണ്ട ഗതികേട് ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ, ഈ കഴിവ് നിങ്ങൾക്ക് പല പ്രാവശ്യം മനസ്സിലായതാണല്ലോ പാർട്ടിക്ക്. അങ്ങനെയെങ്കിൽ എന്തിന് വീണ്ടും ഒരടി കൂടി എൻ്റെ കരണത്തടിക്കൂ എന്ന് ചോദിച്ചു വാങ്ങുന്നു പിണറായി? ശ്രീ ഭാസുരേന്ദ്ര ബാബു. 2 കാര്യങ്ങളാണ് പ്രകാശ് ചോദിച്ചത്. താങ്കൾ ആദ്യം പറഞ്ഞു 32 പേര് ഇറങ്ങിപ്പോയ ഒരു ചരിത്ര പശ്ചാത്തലം താങ്കൾ ഓർമ്മിക്കുകയുണ്ടായി. 32 പേര് ഇറങ്ങുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് പ്രതിഷേധിച്ചാണ് എന്നും അപ്രകാരം പ്രതിഷേധിച്ചു പോകുന്നതിൻ്റെ രാഷ്ട്രീയ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് ഇറങ്ങിപ്പോയവർ നെഞ്ചി നിവർത്തി എന്ന് പറഞ്ഞു. 32 പേർ മൊത്തം പോവുകയും ചെയ്തു. ഒരേകാഗിയായി ഒരാൾ അനാഥത്വത്തിലേക്കോ അനിശ്ചയത്തിലേക്കോ നടന്ന് നീങ്ങുന്ന ദൈന്യമായൊരു ചിത്രമായിരുന്നില്ല 32 പേരുടെ ഇറങ്ങിപ്പോക്ക്. അതൊന്ന്. 32 പേര് ഇറങ്ങി 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൻ്റെ അകത്ത് കയറി വാതിലടച്ച് കിടന്ന് ഉറങ്ങുകയും പത്രക്കാരെ വിളിക്കുകയും ആയിരുന്നില്ല ചെയ്തത്. ഇതെല്ലാം തന്നെ 32 പേര് ഇറങ്ങി അവർ തിരിച്ച് അവരേത് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ ആ പാർട്ടിയുടെ നേതാക്കളെ വിളിച്ച് അല്ലെങ്കിൽ നേതാക്കളുമായി അവരെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇറങ്ങി വന്നവർ അന്തസ്സുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആ അന്തസ്സ് പുലർത്താത്തത് കൊണ്ട് ചരിത്ര സാമ്യം ദയവായി ഓർമ്മിപ്പിക്കരുത്. അത് തെറ്റായ ഓർമ്മിപ്പിക്കലാകും. ഒന്ന്. ഇനി രണ്ടാമത്, താങ്കൾ സൂചിപ്പിച്ചുവല്ലോ എപ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയൻ അടികൊള്ളുന്നു, എന്തുകൊണ്ട് എപ്പോഴും VS വിജയിക്കുന്നു. അതിന് ലളിതമായൊരു യുക്തി മതി പ്രകാശേ. നമ്മൾ വളരെയൊന്നും ആലോചിക്കേണ്ട. പിണറായി വിജയന് ഈ പാർട്ടിയെ നിലനിർത്താൻ ഉള്ള ഉത്തരവാദിത്വമുണ്ട്. VS അച്യുതാനന്ദന് ഒരു നിലവാരത്തിലുള്ള ഉത്തരവാദിത്വവും താല്പര്യവും ഈ പ്രസ്ഥാനം നിലനിൽക്കുന്ന കാര്യത്തിലില്ല. അതിന് കാരണം VS അച്യുതാനന്ദൻ എന്തൊക്കെയാകണമായിരുന്നുവോ അതൊക്കെ ഈ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാവുന്ന സ്വപ്നം കാണാവുന്ന കസേരകളോ ഒന്നും തന്നെയില്ല. അതുമാത്രമല്ല, പുതിയൊരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുമില്ല. അതുകൊണ്ട് ഉച്ചി തൊട്ട കൈകൊണ്ട് ഉദകക്രിയ വെച്ച് തനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലയ്ക്ക് പഴയ തലമുറയിലേക്ക് വഴുതി വീണ സെനയിലായിപ്പോയി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാരണവരുടെ കുലം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രമേയത്തിൽ പറയുന്നത് മാതിരി അദ്ദേഹത്തിൻ്റെ മനസ്സ് പാർട്ടി വിരുദ്ധതയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്.
അതേ സംബന്ധിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ താങ്കൾ പറഞ്ഞത് മാതിരി പാർട്ടി അതിൻ്റെ വിപ്ലവ ശൈശവം വീണ്ടെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷാജഹാൻ പറഞ്ഞത് മാതിരി ജനങ്ങളുടെ മുന്നിൽ ആവർത്തന വിരസത മൂലം അപഹാസ്യമാകുന്നു ഈ നാടകം. നേതാക്കൾ എന്ത് ഒഴിവ് കഴിവുകളും എന്തൊക്കെ അലിപികളും പറഞ്ഞാൽ പോലും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെ പറഞ്ഞ് VS എന്ന് പറയുന്ന വൃദ്ധൻ ഏകാഗിയായി ഇറങ്ങി ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെയാണല്ലോ പറയുന്നത്. VSൻ്റേത് പാർട്ടി വിരുദ്ധ മാനസിക നിലയാണ് എന്ന് പിണറായി വിജയൻ പ്രമേയം മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ അച്ചടക്ക ലംഘനം തുടരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അതെല്ലാം കേന്ദ്ര കമ്മിറ്റിയുടെ പഴയ പ്രമേയം ഉദ്ധരിച്ചതാണ്, ഞങ്ങൾ പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ തിരിച്ചു കൊണ്ടുവരാതെ ഈ സമ്മേളനത്തിനുള്ളിൽ ഈ സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹം പറയുന്ന വ്യവസ്ഥകൾ പാലിച്ച് തിരിച്ചു കൊണ്ടുവരാതെ ഈ സമ്മേളനം വിജയിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും CPM-ന് കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉപാധികൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞ പ്രമേയങ്ങൾ അത് ഈ അഞ്ച് പോയിന്റുകൾ ഉന്നയിക്കുന്ന ആ കത്തുണ്ടല്ലോ, കടിതം, ആ കത്ത് അല്ലെങ്കിൽ ആ കുറിപ്പ് അത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലാണുള്ളത്. അതെല്ലാം അംഗീകരിച്ച് മാത്രമേ വേലിക്കകത്ത് നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരും എന്ന ഒരു ഉപാധി വെക്കുന്നതെങ്കിൽ എന്തിന് ഒരു ഉപാധി വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരാൾക്കും തിരിച്ചു വരാനാകില്ല. അങ്ങനെ ആകുന്ന സമയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാകും. അതുകൊണ്ട് എന്ത് സാഹചര്യത്തിലും ഉപാധികൾ വിജയിച്ച ഒരു നേതാവ് എന്ന നിലയ്ക്ക് സമ്മേളനത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ തന്നെ ഈ പ്രമേയം പുറത്തു വന്ന ദിവസം ഈ ചാനലിൽ ഇതേ സമയം നടത്തിയ ചർച്ചയിൽ പറഞ്ഞതാണ് VS അച്യുതാനന്ദൻ ഇന്നത്തെ നിലയിൽ ഇനി സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നില്ല എന്ന്. പക്ഷേ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയെങ്കിൽ സംസ്ഥാന കമ്മിറ്റി, ആവശ്യങ്ങളിൽ ഏതാണ്ടെല്ലാം തന്നെ അംഗീകരിക്കാം. ഒന്ന് വരൂ എന്ന അവസ്ഥയിലല്ലെങ്കിൽ, ഇത് അച്ചടക്ക ലംഘനമാണെങ്കിൽ, ഈ രീതിയിൽ സമ്മേളന നഗരിയിൽ നിന്ന് പുറത്തുപോയവരെ തിരികെ ക്ഷണിച്ചു കൊണ്ടുവന്ന ചരിത്രമില്ലെങ്കിൽ, അങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഉപാധി അംഗീകരിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എന്തിന് S ശർമ്മയോടും ചന്ദ്രൻപിള്ളയോടും അതുപോലെ VS-നോട് ചേർന്ന് നിൽക്കുന്നവരോട് പിണറായി ചർച്ച നടത്തുന്നു? എന്തിന് നേതാക്കൾ VS-ൻ്റെ മനോഗതം അറിയാൻ ശ്രമിക്കുന്നു, ടെലിഫോണിൽ സംസാരിക്കുന്നു, വരാൻ പറഞ്ഞ് ക്ഷണിക്കുന്നു? ഇനി വരേണ്ട എന്ന തൻ്റെ പൂർവമായ നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല? അത് ഒരു ഡയലക്റ്റിക്കൽ മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതേ സംബന്ധിച്ച് ലളിതമാണ് അതിൻ്റെ ഉത്തരം. ഈ പറയുന്ന എല്ലാത്തരം സമവായ ചർച്ചകളും അവസാന നിമിഷം വരെ നടത്തി നോക്കുക എന്നത് പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ്. VS അച്യുതാനന്ദന് തെറ്റുപറ്റിയാൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തിരുത്തുകയോ അതല്ലെങ്കിൽ ഉപരിഘടകം അദ്ദേഹത്തിൻ്റെ സന്ദേഹങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തും എന്ന് പറയുകയോ അത് കൺവിൻസ് ചെയ്യുകയോ ചെയ്യുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അംഗീകരിക്കുന്നതിന് തുല്യമല്ല. അംഗീകരിക്കുന്നതായി ആരും വ്യാഖ്യാനിക്കരുത്. താങ്കളുടെ ഈ ചാനൽ തന്നെ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്ന വഴി ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു പറയുകയുണ്ടായി, 4 മണിക്ക് ഇതിനെ ചർച്ച ആങ്കർ ചെയ്ത ആരാണെന്ന് എനിക്കറിയില്ല. ആങ്കർ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് ഒരു കൂസലുമില്ലാതെ പറയുന്നു, അവിടെ പോയി ചർച്ച നടക്കുന്നു, ചർച്ചയിൽ VS ഇന്ന കാര്യങ്ങൾ ഉന്നയിച്ചു, അതെല്ലാം തന്നെ ഈ സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരു ആധികാരികതയുമില്ല. ഞാൻ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പ്രവർത്തിക്കാനാവില്ല എന്നു മാത്രമല്ല പ്രകാശ്, എനിക്ക് കിട്ടുന്ന വിവരം വെച്ചാണെങ്കിൽ അവിടെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 600 പ്രതിനിധികൾക്കും ഏകാഭിപ്രായമാണ് ഉള്ളത് VS അച്യുതാനന്ദനെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ. അതിപ്പോഴും ഈ നിമിഷവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നിലനിൽക്കുന്നത് എങ്കിൽ അദ്ദേഹം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതാനുള്ള ന്യായം ഞാൻ കാണുന്നില്ല. അതാണ് ഞാൻ പങ്കുവച്ചത്. ശ്രീ KM ഷാജഹാൻ, ഒരു ഭാഗത്ത് VS പുറത്തേക്ക് പോകുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയിൽ പോലും ഇത്തരമൊരു അനുഭവം അപൂർവമാണ്. VS-മായി ബന്ധപ്പെട്ട് 2000 മുതൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പ് സംഭവിച്ചതല്ല. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹം നടക്കുന്നു, ടെലിവിഷൻ കാണുന്നു, അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വിളിക്കും എന്ന ആദ്യത്തെ വാർത്ത, അതിൽ നിന്ന് പിന്നീട് പിന്മാറുന്നു, ഇടപെടുന്നു.
ഇത് എന്താണ് കേരളത്തിലെ പാർട്ടിയെക്കുറിച്ച് നൽകുന്ന ചിത്രം? ഇത് ശ്രീ ഭാസുരേന്ദ്രബാബു പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകില്ല എന്നാണോ? ഇപ്പോൾ തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കഴിഞ്ഞു എന്നോ? അല്ല പ്രകാശ്, ഇത് കേരളത്തിലെ ഈ CPM-ൽ ഇപ്പം നടക്കുന്ന സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ പതിറ്റാണ്ടുകളായി CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുറകിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 35 മുതൽ 40% വരെ വരുന്ന ഒരു ഉറച്ച വോട്ട് ബാങ്കിനെ നാണം കെടുത്തുന്നതാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം കേരളത്തിൽ 5 വർഷം മാറി മാറി ഭരണം മാറുമെങ്കിലും കേരളത്തിനൊരു സക്രിയമായിട്ടുള്ളൊരു പൊതു ഇടതുപക്ഷ മനസ്സുണ്ട് കേരളത്തിന് എന്നുള്ളത് നമുക്കറിയാം. ആ ഇടതുപക്ഷ മനസ്സിന് കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ട് കാലമായി വളരെ സജീവമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നതല്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബൂർഷ്വാ ഒരു ഈർക്കിൽ പാർട്ടിയിൽ പോലും നടക്കാത്ത, അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും നടക്കാത്ത അത്ര പരിഹാസ്യമായ തരംതാണ നാണം കെട്ട സംഭവവികാസങ്ങളാണ് ഈ കേരളത്തിലെ CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭാസുരേന്ദ്രബാബു പറഞ്ഞല്ലോ 600 ചില്ലുവാനം പ്രതികൾക്കും അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കണം എന്നാണെന്ന്. 600 ചില്ലുവാനം പ്രതികൾക്കും അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കണം എന്നാണെങ്കിൽ എന്തേ അച്യുതാനന്ദനുമായി സന്ധി സംഭാഷണത്തിന് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ വരെ പരക്കം പായുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പില്ലർ ടു പോസ്റ്റിലേക്ക് പിണറായി വിജയനെ പോലുള്ള ഇത്ര കർക്കശക്കാരനായിട്ടുള്ള പാർട്ടി പപ്പടം പോലെ പുടിയേണ്ട സമയത്ത് പാർട്ടിയെ പിടിച്ചു നിലനിർത്തിയെന്ന് ഈ മാധവൻകുട്ടിയും ഭാസുരേന്ദ്രബാബു ഒക്കെ പറയുന്ന ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മഹാനായ നേതാവ് എന്തേ 600 ചില്ലുവാനം പ്രതിനിധികൾ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടും VS അച്യുതാനന്ദനെ അനുനയിപ്പിക്കാൻ എസ് ശർമ്മയെയും ചന്ദ്രൻപിള്ളയെയും എന്തിന് അവരുടെ പുറകെ ഓടണം? അപ്പം ഇത് ഏറ്റവും ഗതികെട്ടൊരവസ്ഥയാണ്. ഇനി മറുഭാഗത്ത് എന്താണ് അതും കൂടെ നമ്മൾ കാണണം. VS അച്യുതാനന്ദന് ചില ഉറപ്പുകൾ ഇവർ കൊടുക്കാൻ പോവുകയാണ്. അതായത് പിന്നീട് ഇത് ചർച്ച ചെയ്യാം, രൂപീകരിച്ച ഒരു PB കമ്മീഷൻ ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കാൻ പോവുകയാണ്. ആ ഉറപ്പും വാങ്ങി സമ്മേളന നഗരിയിൽ നിന്ന് ഇറങ്ങിപ്പോയ VS അച്യുതാനന്ദൻ തിരിച്ചു വരികയും ചെയ്യും. അതും നമ്മൾ കാണണം, അതും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ആത്യന്തികമായിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? VS കൊടുത്ത ഈ കുറിപ്പിൻ്റെ ഭാഗമായി VS സംസ്ഥാന കമ്മിറ്റിയിലും തുടരും, VS സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടരും, VS പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തും തുടരും. ഇതിനുള്ള ഒരു വളയത്തിനകത്ത് കിടന്നുള്ളൊരു ചാട്ടമാണ് VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ വളയത്തിനകത്ത് കിടന്ന ചാട്ടം പോലും VS-നെ എതിർക്കുന്ന ആളുകളെ നിലംപരിശാക്കി കളഞ്ഞു എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ മാധവൻകുട്ടിയും ഈ ഭാസുരേന്ദ്രബാബുള്ള ആളുകൾ മനസ്സിലാക്കണം. സമ്മേളന നഗരിയിലെ 600 ചില്ലാനം ആളുകൾ ഇരുന്ന് VS അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പാർട്ടി VS അച്യുതാനന്ദനെ നടപടിയെടുക്കും എന്ന് ഭാസുരേന്ദ്രബാബു പോലും വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ KC ഉമേഷ് ബാബു, VS അച്യുതാനന്ദൻ CPM സംസ്ഥാന സമ്മേളനത്തിൽ തിരിച്ചെത്തുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനങ്ങൾ അത് ഉൾക്കൊണ്ട് തിരുത്താൻ നേതൃത്വം തയ്യാറാകുമോ? ഈ CPM-നെ ന്യായീകരിക്കാനിരിക്കുന്ന ആളുകളുടെ അതുവരെ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്ര നാണം കെട്ട ഒരു ഏർപ്പാട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണോ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാ ചാനലിലും ഇരുന്നിട്ട് ഈ ആളുകളൊക്കെ ചേർന്നിട്ട് പറഞ്ഞ് നടന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇന്നലെ രാത്രി ഞാൻ മാധവൻകുട്ടിയോട് പറഞ്ഞാണ്, മാധവൻകുട്ടി 56 പേജ് ഇറങ്ങിയതിൽ ആവേശത്തിലായിരുന്നു, 56 പേജ് ഉയർത്തി കൊടുത്തു. അപ്പോൾ മാധവൻകുട്ടിക്ക് ഭയങ്കര ആവേശമായി. അപ്പോൾ ഞാൻ മാധവൻകുട്ടിയോട് പറഞ്ഞു കുറച്ച് സമയം കൂടി കാത്തിരിക്കുക, റിപ്പോർട്ട് മൊത്തം ചോർന്ന് കിട്ടും. പിന്നെ റിപ്പോർട്ടർ ചാനൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞാണ്, റിപ്പോർട്ടിലാണ് കിട്ടിയ 3/4 മണിക്കൂർ കഴിയുമ്പോൾ മറ്റെല്ലാ ചാനലുകൾക്കും റിപ്പോർട്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും VS അച്യുതാനന്ദനെ തീർക്കുന്നതിന് വേണ്ടി, അതാണ് മലയാളത്തിൽ പറയാവുന്ന ഭാഷ, VS അച്യുതാനന്ദനെ തീർക്കുന്നതിന് വേണ്ടി ഒരു സമ്മേളനം പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി പ്രതിനിധികളെ കൊണ്ടുവരിക, അതിനുവേണ്ടി കഥകൾ ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ജില്ലാ സമ്മേളന പ്രതിനിധികൾ, ജില്ലകളിൽ നിന്ന് വരുന്ന പ്രതിനിധികളൊക്കെ ചേർന്നിട്ട് ഈ പറയുന്ന അവരുടെ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനെയാണല്ലോ ഗ്രൂപ്പ് ചർച്ച എന്ന് പറയുക. ചർച്ച ചെയ്തിട്ട് പിന്നെ പോയി അതിൽ നിന്ന് കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ പറയുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നിശ്ചയിക്കുക. ഇതപ്പോൾ അങ്ങനെയല്ല. ഇവിടെ നടന്നത്
സമ്മേളനത്തിൽ പ്രസംഗിക്കാനുള്ള ലിസ്റ്റൊക്കെ ആദ്യം തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് VS പുരക്ക് ചാഞ്ഞ മരമാണ് വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദിവസം മുഴുവൻ ഈ പറയുന്ന ഏർപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടെ എത്തി? പുരക്ക് ചാഞ്ഞ മരം വീട്ടിൽ പോയിരിക്കുന്നു. ആ വീട്ടിൽ പോയ പുരക്ക് ചാഞ്ഞ മരത്തിന്റെ പിന്നാലെ ഈ പാർട്ടിക്കാര്, അതാണ് പിണറായി ഉച്ചക്ക് വിളിച്ച് സംസാരിച്ച് രണ്ടുപേരെ സംസാരിച്ച് മധ്യസ്ഥന്മാരായി നിയോഗിച്ചു. കേന്ദ്ര നേതൃത്വം മധ്യസ്ഥന്മാരെ നിയോഗിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടി ഘടകത്തെ പിരിച്ചുവിടുകയല്ലാതെ എന്തെങ്കിലും തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പാരമ്പര്യത്തോടോ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തോടോ തരിമ്പെങ്കിലും കൂറുണ്ടെങ്കിൽ ഈ പാർട്ടി സംസ്ഥാന ഘടകത്തെ പിരിച്ചുവിടുകയല്ലാതെ ഈ പാർട്ടിയുടെ മുമ്പിൽ വേറെ വല്ല പോംവഴിയുണ്ടോ? അല്ലെങ്കിൽ ബംഗാളിലൊക്കെ സംഭവിച്ച മാതിരി ജനങ്ങൾ ഈ പാർട്ടിയെ പിരിച്ചുവിടും. നിങ്ങൾ കണ്ടുവന്നോ? ശ്രീ കെ.സി. ഉമേഷ് ബാബു, അങ്ങനെ പിരിച്ചുവിടേണ്ട ഒരു പാർട്ടി, അങ്ങനെ സംഘടനാ തത്വവും രാഷ്ട്രീയവും കൈമോശം വന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആ പാർട്ടിയുടെ ഘടനയ്ക്കോ അതിൻ്റെ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു മാറ്റവും വരാതിരിക്കെ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ അംഗീകരിക്കാം, അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാം എന്ന ഉറപ്പ് കിട്ടുമ്പോൾ VSന് തിരിച്ചെത്താൻ കഴിയുമോ? അത്തരമൊരു പോരാട്ടത്തിന് ഇനി പ്രസക്തിയുണ്ടോ? അല്ല, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു. ഞാൻ VS പിണറായി എന്നൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. വാസ്തവത്തിൽ CPI എന്ന് പറയുന്നത് അതിൽ VS കൂടി അടങ്ങുന്ന ഒന്നാണല്ലോ. ഈ സമ്മേളനം ബഹിഷ്കരിച്ച് വീട്ടിൽ പോയിരുന്നിട്ട് തനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇനി താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളിന്റെ പിറകെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ അങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഒരാൾ സമ്മേളനം ബഹിഷ്കരിച്ച് വീട്ടിൽ പോയാൽ എന്താ ചെയ്യുക? സമ്മേളനം ബഹിഷ്കരിച്ച് വീട്ടിൽ പോയ ആളോട് അങ്ങനെ വീട്ടിലിരുന്നാൽ മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അത് ഈ പാർട്ടി കഴിയും. ഞാൻ പറയുന്നത്, ഒരു സമ്മേളനം മുഴുവൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക, ആരെയാണോ ശരിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചത് ആ മനുഷ്യൻ നിങ്ങൾ എനിക്കെതിരായി പ്രസംഗിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോകാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ പിറകെ പോകുന്നൊരു പാർട്ടിയുടെ ദൈന്യതയും അപഹാസ്യതയും, ഇതിനെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്ന മനുഷ്യരുടെ എന്താ പറയാ, അവരുടെ ഈ മനുഷ്യര് യുക്തിയുടെ ഏത് അന്ധകാരത്തിലാണ്. അന്ധവിശ്വാസികളുടെ ഏറ്റവും വലിയ കൂടാരത്തിലിരിക്കുന്ന മനുഷ്യർക്ക് പോലും ഈ പാർട്ടി ഇനി അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇടതുപക്ഷ പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ ഈ പാർട്ടി? വളരെ വ്യക്തമാണ്. ഈ പാർട്ടി എന്താണ് എന്നാണ് കെ.സി. ഉമേഷ് ബാബു ചോദിക്കുന്നത്. അതുതന്നെയാണ് കേരളം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ചോദിക്കുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ, ശ്രീ കെ.സി. ഉമേഷ് ബാബു, ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.